എല്ലാവർക്കും ആദം സേറ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. രാവിലെ പോയി പയർ വാങ്ങിച്ച് 1/2 കിലോ വാങ്ങിച്ച് 40 രൂപ. 1 കിലോ വാങ്ങാൻ വേണ്ടിയാണ് പോയത്. പക്ഷേ വിലക്കുള്ള 80 രൂപയായിരുന്നു. അത് കാരണം 1/2 കിലോ വാങ്ങിച്ച് മെഴുക്കോട്ട് വെക്കാൻ പോവുക. എന്നുണ്ട് പിന്നെ ഞങ്ങളുടെ ചിറ്റയുടെയൊക്കെ വീട്ടിൽ നിന്ന് 3 കറിവേപ്പില പറിച്ചെടുത്ത്, സബോളയും എരിവുള്ള പച്ചമുളക് ഉണ്ടമുളകില്ലേ അത് എല്ലാം അരിഞ്ഞ് റെഡിയാക്കി. പിന്നെ ഇതിലൂടെ സിലോപ്പിയ വാങ്ങിച്ച് 250 രൂപ 1 കിലോ. 1 കിലോ 250 അല്ല, 1 കിലോയും 150 ഗ്രാമും ഉണ്ടായത് 250 രൂപ. അത് വെട്ടിയെല്ലാം ബ്രേട്ടി വെച്ച് ഇത്തിരി മസാല ഇനി അതിന് താഴെ കിടക്കുന്നേ ഇത് തൂത്താൽ മതി. ഈ പയർ മെഴുക്കോട്ടിയും സിലോപ്പിയ ഫ്രൈയും ഞാനേ പോയി റെഡി ആക്കട്ടെ. ഇനി മെഴുക്കോട്ടി വെക്കാനുള്ളതല്ലോ അവിടെ പാത്രം എല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. അതിന് മുമ്പേ കടയിൽ പോയപ്പോഴത്തേക്ക് പാർലേജിയുടെ ഒരു ബിസ്ക്കറ്റ് 10 രൂപയുടെ എൻ്റെ പൂച്ചയ്ക്ക് കൊടുക്കാൻ വേണ്ടി, പിന്നെ 1/2 കിലോ പഞ്ചസാര, പിന്നെ ഒരു തേങ്ങ 15 രൂപ. നാളെ ഞാൻ ശാലം പടവലങ്ങായും കൂടെ വാങ്ങിച്ചേ. 1/2 കിലോ പടവലങ്ങ വാങ്ങിച്ച് അത് തോരൻ വെക്കാൻ വേണ്ടി. ഇന്നില്ല, നാളെ വെക്കത്തുള്ളൂ. നാളെ പടവലങ്ങ തോരൻ വെക്കും, അതിന് വേണ്ടി വാങ്ങിച്ച ഈ തേങ്ങ. പിന്നെ കടുക്, $100 ഗ്രാം കടുക് തീർന്നിരിക്കുമായിരുന്നു. ക്വാളിറ്റി ഫുഡ് പ്രൊഡക്റ്റ്. എത്ര രൂപ ഇതിന്? 18 രൂപ. ഞാനേ ഇനി ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കട്ടെ. ഇതെല്ലാം റെഡിയാക്കാം, കറി വെക്കാനുള്ളത്. മീൻ വറക്കുന്നതിനും പയർ മെഴുക്കോട്ട് വെക്കുന്നതിനും റെഡിയാക്കട്ടെ. പാത്രം അടുപ്പത്ത് വെച്ച് വെള്ളം ഒന്ന് പോട്ടെ, എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. പുറത്താണെ ഭയങ്കര മഴയാണ്. കണ്ടോ, എന്തൊക്കെയായാലും റോഡിൽ പോയ സമയത്തെ മഴയൊന്നും നല്ല ഇല്ലായിരുന്നു. അതുകൊണ്ട് എന്തായാലും ഭാഗ്യം, അല്ല നനഞ്ഞു കയറി വന്നേനെ. എണ്ണ ഒഴിക്കട്ടെ. അപ്പോൾ ഇവിടത്തേക്ക് ഇളകി തുടങ്ങി താഴ്ഭാഗത്തെ. ഓക്കെ, എണ്ണ ഒഴിച്ച് ഇനി എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുകിടാം. എണ്ണ ചൂടാതെ ഇനി കടുകിടാം. കടുക് തീർന്നിരിക്കുമായിരുന്നു. ഇപ്പോൾ പോയി വാങ്ങിച്ച 100 ഗ്രാം 18 രൂപ. കടുകിട്ടെ. കടുകിട്ട് പൊട്ടി തുടങ്ങി. എന്നിട്ട് ഈ കടുകിടുമ്പോൾ ദേഹത്തോട്ട് തീർക്കുന്നത് ഭയങ്കര ഇതാണ്. ആ എണ്ണയായിട്ട് തീർത്തി ദേഹത്തോട്ട് വന്നു വീഴും. കടുക് പൊട്ടി. ഇനി ആ പയറെടുത്ത് നിർട്ടെ. പെരയ്ക്കാവുമെന്ന് ഇനി വൃത്തിയാക്കണം. പൊടിയായി മൊത്തം. കഴിഞ്ഞ ദിവസം ഓർത്താ, പക്ഷേ മറന്നുപോയി. അല്ല, വിട്ടുപോയങ്ങ്. പയറിട്ട് ഇനി സബോളയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ. പച്ചമുളകും സബോളയും അതിട്ട് ഇനി കറിവേപ്പില. കറിവേപ്പിലയും ഇട്ട് ഞാനേ ഈ കഞ്ഞി ഒന്ന് അടക്കട്ടെ. ഭയങ്കര ചൂട്. എന്നിട്ടേ ബാക്കി റെഡിയാക്കാം. ഇത് എന്തിരിക്കുക, മഞ്ഞപ്പൊടി ഇട്ടു, ഉപ്പും ഇട്ട് ഇനി നല്ലോണം ഇളക്കട്ടെ. എന്നിട്ട് മീൻ വറക്കാം.
ഓർത്തോളം നല്ല ഭയങ്കര മഴയായി ഇപ്പോഴും. മഴ ഒട്ടും കുറയുന്ന പോലും ഇല്ല. ഓക്കെ, ഇളക്കി. ഇനിയേ ഇതൊരു 10 മിനിറ്റ് മൂടി വെച്ച് നല്ലോണം വേവിക്കാം. തീ കൂട്ടി വെച്ച്. മൂടി വെച്ച് ഇനിയേ മീൻ വറുക്കട്ടെ. ഇനിയേ മീൻ വറക്കാൻ വേണ്ടി അല്ല കല്ല് ചൂടാക്കുക. എന്നിട്ട് എണ്ണ ഒഴിക്കാം. ഇത് ചൂടാകത്തുള്ളൂ. എണ്ണ ഒഴിച്ച് ഞാനിപ്പോൾ ഈ മീൻ ഇട്ടുന്നു വരട്ടെ. നാലെണ്ണം ഉണ്ട്. 3 എണ്ണം വറക്കാൻ എടുക്കും. ഒരെണ്ണം നാളത്തേക്ക്. എണ്ണ ചൂടായി. മീനെടുത്തിട്ടെ. മൂന്നെണ്ണം വറക്കാൻ എടുത്ത്. 3 എണ്ണം ഇത്തെ വറക്കാൻ പറ്റത്തുള്ളൂ. അപ്പോഴത്തേക്ക് നിറഞ്ഞ്. ചെറിയ അല്ലല്ലേ. ഇച്ചിരി മസാല വേണ്ട. ഇതിൻ്റെ മണ്ടയ്ക്ക് നല്ലോണം ഇട്ടായിരിക്കില്ല. കുറവാണ്. ഇതിൻ്റെ കുറവാണ്. തിരിച്ചിടുമ്പോഴത്തേക്കേ അപ്പുറത്തുകൂടെ ശകലം തേക്കാം. ഓക്കെ. ഇനിയേ അവിടെ നിന്ന് അപ്പുറത്തോട്ട് വേട്ടെ. എന്നിട്ട് തിരിച്ചിടാം. പയർ മെഴുക്കുവരട്ടി സിലോപ്പിയ വറുത്തത് തുറന്ന് നോക്കട്ടെ. ഓ, നല്ലോണം ആവി വന്നു. അത് കാറ്റ് അവിടെ ഇങ്ങോട്ട് ചെറുതായിട്ട് അടിക്കുന്നുണ്ട്. ചെറുതായിട്ട്. അതാ ഇങ്ങോട്ടങ്ങ് ആവി ഭയങ്കരമായിട്ട് വറുത്തത്. ഒന്ന് ഇളക്കട്ടെ നല്ലോണം ഒന്ന്. ഇപ്പുറത്ത് മീൻ വറുത്തത്, ഇവിടെ പയർ മെഴുക്കുവരട്ടി. ഇത്രയും വെള്ളം ഇതിനകത്ത് ഉണ്ടായിരുന്നു. വെള്ളം ഒരുപാട് ഒഴിക്കുന്നുണ്ടായിരുന്നു. മൂടി വെച്ചപ്പോഴത്തേക്ക് ഒരുപാട് വെള്ളം ഇട്ടേന്ന് വീണ്. ഇച്ചിരി തീ കൂട്ടിച്ച് ശാലം വേവിച്ച് കഴിഞ്ഞാൽ വെള്ളം അങ്ങ് വറ്റിക്കോളും. അവിടെ ഇരിക്കട്ടെ കുറച്ച് നേരം അവിടെ. ഇത് ഇവിടുന്ന് വേകട്ടെ. അപ്പോഴത്തേക്ക് ഞാൻ പഞ്ചസാര പോയി വാങ്ങിച്ചോണ്ട് വന്നു. അതൊക്കെ എടുത്ത് കണ്ട പഞ്ചസാര തീർന്നായിരുന്നു. ഒരു ഇച്ചിരേ ഉള്ളൂ. നാളെ ആണെങ്കിൽ ഞായറാഴ്ചയല്ലേ, ചിലപ്പോൾ കട തുറക്കത്തില്ല. അപ്പോൾ അത് കാരണം ഇന്നങ്ങ് വാങ്ങിച്ചു. വൈകുന്നേരത്തേക്ക് നാളത്തെ കൂടെ ഉള്ളൂ. അര കിലോ വാങ്ങിച്ചു. പഞ്ചസാര ടിന്നകത്തോട്ട് ഇട്ട്. പിന്നെ പാർലേജിയുടെ ബിസ്ക്കറ്റ് 10-ൻ്റെ ഞാനും തിന്നും. പിന്നെ എൻ്റെ പൂച്ചയുണ്ടേ, അതിൻ്റെ വന്ന് നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതിനും 2 എണ്ണം ഇട്ട് കൊടുക്കും. അതിനോട് വാങ്ങിച്ചാൽ ഇടുന്നതിനുള്ള ടിണ്ണ ഇത്. പഞ്ചസാര കൊണ്ടെടുക്കട്ടെ.
ഇവിടെ പഞ്ചസാരയും തേയിലയും അതെ പാൽപ്പൊടിയൊക്കെ വെച്ചിരിക്കുന്നു. ഇനി ഒന്നുകൂടെ ഇളക്കട്ടെ. പക്ഷെ എൻ്റെ കാലിൽ ചെറിയ ഇതുണ്ട്, ഇളക്കം അത് കാണും. വെള്ളം കുറച്ചുകൂടെ പറ്റിയിട്ടുണ്ട്. വേകുമ്പോഴത്തേക്ക് അങ്ങ് മൊത്തം പറ്റിക്കോളും. മീനേ ഒന്ന് തിരിച്ചേട്ടെ. അത് പൊടിച്ചോണ്ടെങ്കിൽ തന്നെയാവും. 2 3. എനിക്ക് ഭയങ്കര ഇഷ്ടമായി സിലോപ്പിയ വറക്കുന്നത്. കറിയിക്കുന്നതല്ല, വറക്കുന്നത്. ഞാൻ എപ്പോൾ വാങ്ങിച്ചാലും വറക്കും, കറി വെക്കത്തേ ഇല്ല. ഇവിടെ കൂടെ ശകലം മസാല തേക്കാം. സിലോപ്പിയുടെ ഈ സൈഡിലും കൂടെ നല്ല മസാല തേച്ചിട്ടുണ്ട്. ആ സൈഡ് വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഒന്നുകൂടി തിരിച്ചിടാം. പയറും ഏകദേശം വെന്ത് ഒരു 1-2 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ തീ അങ്ങ് ഓഫ് ചെയ്യും. മൂന്ന് സിലോപ്പിയ ഈ ഒരെണ്ണമേ ഇനിയിപ്പോൾ നാളെ വറക്കാൻ എടുക്കാം. നാളെ വൈകുന്നേരത്തേക്ക് ഒരെണ്ണം ഉച്ചത്തേക്കും, ഒരെണ്ണം വൈകുന്നേരത്തേക്കും, ഒരെണ്ണം നാളെ ഉച്ചത്തേക്കും. പിന്നെ ഇതാണെങ്കിൽ നാളെ വൈകുന്നേരത്തേക്ക് എടുത്ത് വറുത്താൽ മതി. ഇതേ കൊണ്ട് ഫ്രിഡ്ജിൽ ഒഴിക്കട്ടെ. അങ്ങനെ എൻ്റെ സിലോപ്പിയയും വറുത്ത് കഴിഞ്ഞ് പയറ് മെഴുക്കുവരട്ടിയും റെഡിയായി. ഇനിയേ പോയി കഴിക്കട്ടെ. സമയം ഇപ്പോൾ 1:30 പയർ മെഴുക്കുവരട്ടി പിന്നെ സിലോപ്പിയ ഫ്രൈ. എല്ലാവരും മറക്കാതെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദം സേറ ബ്ലോഗ്സ് മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബേഴ്സൊക്കെ തീരെ കുറവാണ്, അതുകൊണ്ടാണ്. പയർ മെഴുക്കുവരട്ടി മൂന്നെണ്ണം ഉണ്ട്. ഈ ഒരെണ്ണത്തിൽ കുറച്ച് ഒരു ശകലമേ എൻ്റെ പൂച്ചയ്ക്ക് കേട്ടോ. മൊത്തം ഞാൻ തിന്നത്തില്ല, കുറച്ചെൻ്റെ പൂച്ച കൂടെ വേണം ചോറ് കൊടുക്കാൻ വേണ്ടി. അതിന് കൊടുക്കുന്ന വീഡിയോ കൂടെ ഇടുന്നുണ്ട്, ലഞ്ചിൻ്റെ വീഡിയോ. സിലോപ്പിയ ഫ്രൈയും പയർ മെഴുക്കുവരട്ടി. പിന്നെ എൻ്റെ മറക്കരുത് കേട്ടോ, എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം.